അത് നഷ്ടപ്പെട്ടതേ അല്പകാലത്തേക്കാണ്, അല്ല അല്പസമയത്തേക്കാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്തിനാണെന്നോ? സദാകാലത്തേക്കുമായി എന്നേക്കുമായി തിരികെ കിട്ടുവാൻ, നിൻ്റേത് മാത്രമായിരിക്കുവാൻ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 15-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ അല്പകാലം വേർപെട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അല്പകാലത്തേക്ക് നിനക്കൊപ്പം അവൻ ഇല്ലാതിരുന്നത്. ഈ വാക്കുകൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ച്, എന്നാലും അത് പോയല്ലോ, എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നല്ലോ, എന്നാലും ഞാനിത് അനുഭവിക്കേണ്ടി വന്നല്ലോ, ആ നഷ്ടപ്പെടലിൻ്റെ വേദന. അങ്ങനെ ആയിരിക്കുന്ന ഒരു സഹോദരി, തൻ്റെ കുടുംബം പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ കടന്നു വന്നു, തുടർന്ന് വീട്ടിൽ കടന്നു വന്നു. അവർ പറഞ്ഞതാണ്, അവരുടെ മകൾ വിദേശത്താണ്, ഭർത്താവും വിദേശത്താണ്, വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ശ്രദ്ധിക്കണം, 2 പേർക്കും. അപ്പോൾ ഇതിത്ര വലിയ സാക്ഷ്യത്തിന് മധ്യത്തിൽ പറയേണ്ട കാര്യമോ എന്ന് നിങ്ങൾ പലരും ചിന്തിക്കും. ചിലതങ്ങനെയാണ്. ആമേൻ. ഈ ലോകത്തുള്ള എല്ലാം നമുക്കുള്ളതല്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുമില്ല. അങ്ങനെ ഒരു അഭിപ്രായം നല്ലതുമല്ല. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നത് നല്ലതാണ്. എന്താണ്? ഇല്ലാതിരിക്കുന്നത് നല്ലതാണ്. അവരുടേതായ കാര്യങ്ങൾ. അവർ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിനോ ഞാൻ അതേക്കുറിച്ച് ചികഞ്ഞ് ചോദിക്കുവാനോ പോയില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, പ്രൈസർ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള ഉറപ്പ് അത് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചികയുവാനോ അവിടെ എന്താണ് ഇങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ വരത്തില്ല. നിങ്ങൾ പറയുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് പ്രാർത്ഥിക്കും. മുൻപോട്ട് പ്രാർത്ഥന കൊണ്ടുപോകുവാൻ വേണ്ടതും പ്രാപിക്കുവാൻ വേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. നിങ്ങളോട് പറയേണ്ടതാണെങ്കിൽ നിങ്ങളോട് പറയും, പറയേണ്ടതാണെങ്കിൽ മാത്രം നിങ്ങളോട് പറയും. അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്നേ, ഞങ്ങൾ അത് തന്നെ ചെയ്യും. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, അവർ പിരിയുവാൻ തീരുമാനിച്ചു. പക്ഷേ 2 പേർക്കും ഒരാവശ്യം, കുഞ്ഞ് വേണം. 2 പേർക്കും വേണം. ആമേൻ. 2 പേർക്കും പൂർണ്ണമായി വേണം. അപ്പോൾ സാമാന്യ നീതി അനുസരിച്ച് ഒരാഴ്ച ഭാര്യയ്ക്ക്, ഒരാഴ്ച ഭർത്താവിന്. അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞാകുമ്പോൾ അത് സാധ്യമല്ലല്ലോ. 2 ദിവസം ഭർത്താവിന്, 5 ദിവസം ഭാര്യയ്ക്ക്. അങ്ങനെ പല ഡ്യൂറേഷനിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർക്ക് അതൊന്നും സമ്മതമല്ല. ഭർത്താവ് പറയുന്നു എനിക്ക് കുഞ്ഞിനെ വേണം, ഭാര്യ പറയുന്നു എനിക്ക് കുഞ്ഞിനെ വേണം, അതാണ് ആവശ്യം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന തുടങ്ങി ഏകദേശം 2 ആഴ്ച ആയപ്പോൾ തന്നെ അതിനകത്ത് തന്നെ 2 പ്രാർത്ഥനയൊക്കെ അവർ ക്രമീകരിച്ചു. 2 പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: ബ്രദറെ, നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയി. കോടതി വിധിച്ചു കുഞ്ഞിനെ അപ്പൻ്റെ ഒപ്പം നിർത്താൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാധാരണ അങ്ങനെയല്ലല്ലോ, അമ്മയുടെ ഒപ്പം നിൽക്കാനല്ലേ വിധിക്കുന്നത്? ഇതൊരു വിദേശ രാജ്യമാണ്. അവിടുത്തെ ഫെഡറൽ കോടതി അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വിധി കൽപ്പിക്കുന്നത്. അവർ അപ്പൻ്റെ ഒപ്പം നിൽക്കുക, സ്ഥിരമായിട്ടല്ല, അമ്മയ്ക്കൊപ്പമുണ്ട് അപ്പനൊപ്പമുണ്ട്. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മാറി 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 അങ്ങനെ മാറിയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറേ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ. അയ്യോ, ഒരു നശിച്ച ജീവിതം. കേൾക്ക്, നീ നിൻ്റെ ഭർത്താവിനൊപ്പം, നിൻ്റെ ഭർത്താവ് എവിടെയുണ്ടോ അവിടെ സന്തോഷമായി ജീവിക്കുന്നു. ഈ മാറി ജീവിക്കുന്ന ജീവിതത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങി. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മാതാവേ, നിൻ്റെ മകൾ തന്നെ ഒരാഴ്ച അവിടെയാണെങ്കിൽ 2 ആഴ്ച ഇവിടെ. പിന്നെ കരച്ചിലായി ബഹളമായി, പിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി അതിനുവേണ്ടിയുള്ള കരച്ചിൽ, അതിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അമ്മേൻ. ഈ മാറിയുള്ള പരിപാടിക്ക് കർത്താവ് ഇന്ന് അറുതി വരുത്തും. യെസ്, മാറി സ്ഥിരത ഉണ്ടാകുവാൻ പോകുക, സ്ഥിരമായി. അമേൻ. ഈ കമ്പനി മാറ്റം, ജോലിയിലുള്ള മാറ്റങ്ങൾ, ഉൾക്കൊള്ളുവാൻ പറ്റാത്ത, മീൻസ് പൊരുത്തപ്പെടുവാൻ കഴിയാത്ത മാറ്റങ്ങളെ കർത്താവ് ചേഞ്ച് വരുത്തുവാൻ പോകുക. നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളായത് മാറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ സിസ്റ്റർ വലിയ സങ്കടത്തോടെ പറഞ്ഞു, തൻ്റെ കുടുംബം വളരെ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. കുറച്ച് നേരം സംസാരിച്ചു. കർത്താവ് അവരെ ആശ്വസിപ്പിച്ചു. തുടർന്നും അവർ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി.
ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രാർത്ഥനകൾ ക്രമീകരിച്ച് അവർ ദൈവസേനയിൽ വിശ്വാസത്തോടെ ആയിരുന്നു. അവനെ ഈ വാക്യം അവരുടെ ഉള്ളിൽ കൊണ്ടു. ഇന്ന് ചിലരുടെ ഉള്ളിൽ ഈ വാക്യം കൊണ്ടിട്ടുണ്ട്. അത് തന്നെ അല്പകാലത്തേക്കാണ് നഷ്ടപ്പെട്ടത്, അത് സദാകാലത്തേക്കല്ല. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന തിരികെ പ്രാപിക്കലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. ബ്രദർ, നീ അത് തിരികെ പ്രാപിക്കുവാൻ പോവുക. നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ തൊഴിൽ, സഹോദരി, നീ നിൻ്റെ ഭർത്താവിനെ തിരികെ പ്രാപിക്കുവാൻ പോവുക. ബ്രദർ, നീ നിൻ്റെ ഭാര്യയെ തിരികെ പ്രാപിക്കുവാൻ പോകുക. നിൻ്റെ കുടുംബജീവിതം തിരികെ പ്രാപിക്കുവാൻ പോവുക. നിൻ്റെ നന്മകൾ ഇല്ല, ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്ന് ചിന്തിക്കുന്ന ആ നന്മകൾ കർത്താവ് നിന്നിലേക്ക് തിരികെ തരുവാൻ പോവുക. റെഡിയാണോ അത് പ്രാപിക്കുവാൻ, ആ നന്മ പ്രാപിക്കുവാൻ? യെസ്. എന്നേക്കുമായി നഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചിലത് ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല, ഇനി അങ്ങനെ ഒരു സാധ്യത ഇല്ല, എൻ്റെ മകൾക്ക്, എൻ്റെ മകൻ, ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, യെസ് ഇല്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുക. കേൾക്ക്, സ്ഥിരമായി എന്നേക്കുമായി അത് തിരികെ കിട്ടുവാൻ പോകും. എന്നേക്കുമായി, ഒരു പേരിനല്ല, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സ്ഥിരമായി എന്നേക്കുമായി നിങ്ങളത് തിരികെ പ്രാപിക്കുവാൻ പോകുന്നു. ആമേൻ. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കോടതിയിൽ സഹോദരൻ വീണ്ടും ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കേസൊക്കെ സെറ്റിലായതാണ്, പിന്നെ എന്തിനാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്, വീണ്ടും ഒരു പേപ്പർ കൊടുത്തിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി പോകുക. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ്, എനിക്ക് വയ്യ പാസ്റ്റർ, ഇനി ഇതിൻ്റെ ബാക്കിൽ, ഇത് കഴിഞ്ഞതല്ലേ, വീണ്ടും എന്തിനാ, ഞാനൊന്ന് എൻ്റെ ജീവിതം വീണ്ടും ഒന്ന് അടുക്കി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഇനിയും പഴയ കാര്യങ്ങളിലോട്ട് വയ്യ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ അല്പം ഒന്ന് ക്ഷമിക്കൂ, ഒറ്റ തവണത്തേക്കൊന്ന് പോകുക. ആമേൻ. ആ സിസ്റ്റർ പോയി, തൻ്റെ അഡ്വക്കേറ്റും അവിടെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളവരും കൂടെ പോയി. അവിടെ പോയപ്പോൾ പുള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുക, കുഞ്ഞിനെ ഈ സാഹചര്യത്തിൽ എനിക്ക് നോക്കുവാൻ പറ്റത്തില്ല, ഞാൻ നോക്കുന്നത് കുഞ്ഞിന് അത്ര കംഫർട്ടാകുന്നില്ല, അതുകൊണ്ട് അവൻ്റെ അമ്മയെ ഏൽപ്പിക്കാം. വെറുതെ ഏൽപ്പിക്കാമെന്നല്ല, പൂർണ്ണമായിട്ട് എൻ്റെ അടുത്ത് നിൽക്കണമെന്നില്ല, എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ പോയി കണ്ടോളാം. സ്തോത്രം. ആമേൻ. വല്ലപ്പോഴും അല്ല, കുറച്ച് ദിവസം അവിടെയും കുറച്ച് ദിവസം ഇവിടെയും. നോ, ആ പരിപാടിക്കൊക്കെ അറുതി വരുവാൻ പോവുക, ചില കേസുകൾക്കൊക്കെ തീർപ്പുണ്ടാകുവാൻ പോവുക. ആമേൻ. ആ സഹോദരി ആ വിഷയം വിളിച്ചു പറഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഇപ്പോൾ കുഞ്ഞ് വന്നതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് സ്കൂളിൽ പോയി കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ ഭർത്താവല്ലേ, അല്ല കുഞ്ഞിൻ്റെ അപ്പനല്ലേ, കണ്ടോട്ടെ. അത് കഴിഞ്ഞ് അടുത്ത തവണ കാണാൻ വന്നത് പാസ്റ്ററെ വീട്ടിലാണ്. കുഴപ്പമില്ല, വീട്ടിൽ വന്നു, പുറത്തു നിന്ന് കണ്ടിട്ട് പോയി. 2ാമത്തെ തവണയും പുറത്തു നിന്ന് കണ്ടിട്ട് പോയി. പാസ്റ്ററെ 3ാമത്തെ തവണ വീട്ടിൽ കയറി കുഞ്ഞിനെ കണ്ടു. ഇപ്പം പറയുന്നത്, ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നു എന്ന്. ഞാൻ എന്ത് ചെയ്യണം പാസ്റ്റർ എന്ന്. അപ്പം ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എന്ത് തീരുമാനിച്ചു? അല്ല പാസ്റ്ററെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചായന് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താ പറഞ്ഞേ? അല്ല അച്ചായന് ആ പുള്ളിയെക്കുറിച്ച് ഈ സിസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ, ആ പുള്ളിയെക്കുറിച്ച് ഈ സിസ്റ്റർ പറഞ്ഞ്, മീൻസ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ നമുക്കിങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അച്ചായനായി. രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. ഒരു ചെറിയ സെപ്പറേഷൻ്റെ അനുഭവം വന്നത് സ്ഥിരമായി ഒരുമിച്ച് സന്തോഷത്തോടെ പാർക്കുവാൻ വേണ്ടിയാണ്. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ. ഈ സാക്ഷ്യം ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുവാൻ പറ. ആ നഷ്ടം വന്നത് അതൊരു പക്ഷേ കുടുംബജീവിതത്തിൽ വന്ന നഷ്ടമായിരിക്കും. ഡിവോഴ്സൊക്കെ അതൊക്കെ ആകട്ടെ, ഫെഡറൽ കോടതിയുടെ ഡിവോഴ്സൊക്കെ മാറി അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അപ്പോഴാണ്. ആമേൻ. ഡിവോഴ്സൊക്കെ സ്ഥിരമായുള്ള കൂടിച്ചേരലിന് കാരണമായി മാറുവാൻ പോവുക. അല്പകാലത്തേക്ക് ആ നഷ്ടമൊക്കെ, അയ്യോ അത് ആമേൻ, ജോലിയിൽ ആയിരിക്കാം, അവരോട് പറയും, പ്രാർത്ഥിക്കാൻ പറയും, കർത്താവ് പ്രവർത്തിക്കുവാൻ പോവുക. നിങ്ങളും പ്രാർത്ഥിക്കുക. ഉപവസിക്കുവാൻ റെഡിയാണോ? ആമേൻ. സദാകാലത്തേക്കുമായി, എന്നേക്കുമായി, താൽക്കാലികമായ എല്ലാ പരിപാടികളും തീരുക. വല്ലപ്പോഴും ഒരാഴ്ച മിണ്ടും, 2 ആഴ്ച മിണ്ടത്തില്ല, അയ്യോ അതുപോലെ ഒരു നരകം പിടിച്ച കാര്യം. ഒരാഴ്ച അവിടെ, ഒരാഴ്ച ഇവിടെ, അവധി ദിവസങ്ങളിൽ അവിടെ, ആ പരിപാടിക്കൊക്കെ അറുതി വരുവാൻ പോവുക.
ഒരുമിച്ച് യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ആമേൻ. സദാകാലത്തേക്ക് നിൻ്റെ ഭർത്താവ് തിരികെ വരുവാൻ പോകുക, ബ്രാദർ നിൻ്റെ ഭാര്യ തിരികെ വരുവാൻ പോകുക, നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക, മാതാവേ പിതാവേ നിൻ്റെ മക്കൾ തിരികെ വരുവാൻ പോകുക, മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, ലഹരിയുടെ പിടിയിൽ നിന്ന് അവർ മടങ്ങി വരുവാൻ പോകുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി. ഷേഖനെ അല്പകാലത്തേക്ക് അവർ പിന്മാറിപ്പോയത്, അല്പകാലത്തേക്ക് നിന്നിൽ നിന്ന് അകന്നു പോയത് സദാകാലത്തേക്കുമായി നിൻ്റേത് മാത്രമായിരിക്കുവാൻ വേണ്ടി, നിൻ്റെ പൂർണ്ണമായ കൺട്രോളിൽ ആ ബിസിനസ് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു പ്രശ്നം വന്നത്. ആ കേസ് വന്നത് അത് നിനക്ക് അനുഗ്രഹമായി നീ അത് അനുഭവിക്കുവാൻ വേണ്ടി. റെഡിയാണോ? സ്തോത്രം. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളും നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കാൻ കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെ ലൈവും ഉണ്ട് കേട്ടോ. പ്രഭാതം എന്ന ഈ മെസ്സേജ് മാത്രമല്ല, വിടുതലിൻ്റെ രഹസ്യങ്ങൾ ലൈവിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കും, വിടുതൽ പ്രാപിക്കും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആരാധനയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, ചുരത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചില നഷ്ടപ്പെടലുകൾ ചില വേർപാടുകൾ, വേദനയ്ക്ക് കാരണമായി അനുഭവിച്ചായിരിക്കുന്നവരുടെ ആ വേർപാടുകളെ, നഷ്ടപ്പെടലുകളെ സ്ഥിരമായുള്ള തിരികെ പ്രാപിക്കലുകളാക്കി സ്വർഗമങ്ങ് മാറ്റണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലി, നല്ല അനുഭവങ്ങളെ സ്വർഗമങ്ങ് നൽകി മാനിക്കണമേ. സ്ഥിര ജോലികളായി മാറട്ടെ, താൽക്കാലിക ജോലികൾ സ്ഥിരമായി മാറട്ടെ, അലച്ചിലുകൾക്ക് അറുതി ഉണ്ടാകട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവരുടെ ആത്മീക ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ, ഇവരുടെ ശുശ്രൂഷ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വർഗ്ഗമങ്ങ് സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധവും അഴിയട്ടെ, രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ, ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ, സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, വിശ്വാസ ജീവിതം പണിതെടുക്കപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ, ഭവന പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, ഭവനങ്ങൾ ഉണ്ടാകട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വിവാഹബന്ധങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ എഴുതുന്നവർ, IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകളെ പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കടമില്ലാത്ത, ബാധ്യതകളില്ലാത്ത നല്ലൊരു സമയം, നല്ലൊരു സീസൺ ഇവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്തെടുക്കുക, അവരോടും പറയുക, അവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. അതെ, സ്ഥിരമായി തിരികെ പ്രാപിക്കാം. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയ്ക്ക് ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.